സഞ്ജുവേട്ടന് കാശ് തിരിച്ചിരുന്നു പുറത്ത് ചെയ്യാൻ പറ്റണം അത്രയും ടൂറെ പഠിപ്പിച്ചിട്ടുണ്ട് പടങ്ങളായിരിക്കും ചെയ്യാൻ പോവാ. വേറെ അങ്ങനെ മൈക്ക് പറഞ്ഞ പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. സംവിധായകൻ കൂടിയാണല്ലോ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടിതന്മാരെ ആദ്യം കൂടുതൽ സംവിധായകരാണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതെന്താണ് കാരണം ഞാൻ അവർക്ക് ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെ പറയില്ലേ അല്ലാതെ അല്ലേ? ഇത്ര സീരിയസ് ആണോ? പക്ഷെ അങ്ങനെ ഇരിക്കട്ടെ. ബിക്കോസ് വലിയ വലിയ മഹാനടന്മാർ കഴിവുള്ളവരാണ് ജീവിതത്തിൽ നമ്മൾ ജനിച്ചേക്കൊക്കെ അല്ലെ. സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് വളരാറുണ്ടാകും. സോ ലവ്ലി ടു സീ യു. ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു പരിവേഷത്തിൽ എങ്ങനെയുണ്ടായിരുന്നു മന്ദാകിനി എന്ന ചിത്രത്തിന്റെ യാത്ര? ആൻഡ് tell me what you feel about it. നല്ല സുലേഖ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ്. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ എനിക്ക് സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാലും ഷിജേട്ടൻ ആദ്യമായി കഥ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരുന്നു ഹ്യൂമർ പഠിപ്പിച്ച ശേഷം വർക്കൗട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ലാതെ കുറെ കാലമായിട്ട് കേൾക്കുന്നു. എങ്ങനെ പുൾ ഓഫ് ചെയ്തു? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണ്. അതിൽ കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഇത് ഞാൻ ഇപ്പൊ അഹങ്കാരം പറഞ്ഞാൽ ശരിയായിരുന്നു. ഇപ്പൊ കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ? ഇല്ല, എനിക്ക് പേടിയാണ്. നമുക്ക് അല്ലാതെ ബാലൻസ് ചെയ്തോളൂ. എനിവേ, മന്ദാകിനി എന്ന ചിത്രത്തിന് വിഷ്വൽ ചെയ്യുന്ന ലോഞ്ച് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്ക് സ്വാഗതം ചെയ്തോട്ടെ. ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം. ബിക്കോസ് ഇവിടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രേയേഴ്സും ഒക്കെ വേണം. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം, നായകനായി എത്തുന്നത്. അനാർക്കലി മണിക്കാർ അമ്പിളി എന്ന കഥാപാത്രമായി നായികയായി എത്തുന്നു. അതുപോലെ ഈ ഒരു സിനിമയിൽ നിരവധി വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട്. സരിത കുക്കു, വിനീത് തട്ടിൽ, ജാഫർ ഇടുക്കി, ജൂഡ് ആന്റണി, കുട്ടി അഖിൽ, അജയ് വാസുദേവ്, ലാൽ ജോസ്, ജിയോ ബേബി, അശ്വതി, ശ്രീകാന്ത്, മെനി മോർ. എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഇവരുടെ എല്ലാവരും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ സക്സസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറി വി നോ ദാറ്റ് ഇറ്റ് ഈസ് ബൈ ഷിജു ആൻഡ് ഭാസ്കർ. ഷിജു തന്നെയാണ് ഇതിന്റെ DOP ആയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിനോദ് ലീലയാണ്. സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ അശോകാണ്. എഡിറ്റർ ഷെറിൽ, പ്രൊഡക്ഷൻ കൺട്രോൾ ഷിഹാബ് വെണ്ണല, സൗണ്ട് ഡിസൈനർ ചെയ്തിരിക്കുന്നത് രംഗനാഥ് രവിയാണ്. മേക്കപ്പ് മനു മോഹൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് സുനിൽ കുമാരൻ. വി ഗോട്ട് ദ ലവ്ലി Samita who's helped us a lot as well. So ഇത്രയും വലിയ നിരവധി വേറെ ആൾക്കാർ നമ്മുടെ കൂടെ എടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ അവരുടെ ഒരു ചെറിയ സിനിമ നിങ്ങൾ മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. സോ അൽതാഫ്, അനാർക്കലി ഈ ഒരു റിമോട്ട് അമർത്തി ഒഫീഷ്യലി മന്ദാകിനിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായി നിങ്ങളോട് ഒരുമിച്ച് തിരികെ നിങ്ങൾ സ്ക്രീനിലേക്ക് കാണിച്ചാൽ ആ സ്ഥലം വരുമായിരിക്കും. ഒരു വേദി നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ പുള്ളി വളരെ ഷോർട്ട് ടൈമിൽ ചെയ്തതാണ് മോഷൻ പോസ്റ്റ്. അത് നമ്മളിവിടെ പ്ലേ ചെയ്യാം. പൈസ ഈ സിനിമയെ കുറിച്ച് എന്താണ് അനൗൺസ്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു വേദിയിൽ മന്ദാകിനിയുടെ ക്ഷീണാഴ്ച കഴിഞ്ഞു. ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് മുമ്പ് മെനെ പ്യാക്കിയ എന്ന സിനിമയിൽ നിന്ന് എന്താണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഫൈസൽ ആൻഡ് ഫൈസൽ പറഞ്ഞത് നമ്മളൊരു 6 വർഷമായി കുറച്ച് സ്ക്രിപ്റ്റ് പരിപാടികളിൽ പല പ്രൊഡ്യൂസേഴ്സ് സംസാരിച്ചിട്ടുണ്ട്. കുറെ പ്രോജക്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ബുധനാഴ്ച കഥ പറയുന്നു, വെള്ളിയാഴ്ച സിനിമ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നു. ഞായറാഴ്ച സിനിമ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത് ആദ്യമാണ്. എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. എന്താ ചെയ്യേണ്ടത് ഒരു സ്റ്റക്കായിപ്പോയി. പക്ഷെ സഞ്ജുവേട്ടൻ പ്രൊഡക്ഷൻ അറിയാം, നന്നായിട്ട് അറിയാം. പടം ഒരു ലോങ് കോം ത്രില്ലറാണ്. ഒരു സ്ഥിരം നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ പടമല്ല.
കമേഴ്ഷ്യൽ പടമാണ്, ലോങ് ടോം ത്രില്ലറാണ്. ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല, എനിക്ക് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഫൈസലും അത് സാരമില്ല, കുറച്ച് സീരിയസ് ആയിക്കോളും. പ്രൊഡ്യൂസർ ഉണ്ടല്ലോ. ഫൈസൽ എന്താ പറയുന്നത്? അടുത്ത് വിളിക്കാം, മൈക്കൊന്ന് അടുത്ത് വിളിക്കാം. ഞാൻ എക്സൈറ്റ്മെന്റിലാണ്, എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. മലയാള സിനിമ വലിയൊരു മൊമെന്റിലാണ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിട്ടിയൊരു പ്ലോട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചത് നോക്കാം. Yes, wishing you the very best. Also, I Inspire Productions and Sanju Rukar. ടോണിന്റെ ആവശ്യമില്ല. ബെസ്റ്റ് ഓപ്ഷൻ പുള്ളിയായിരുന്നു. അതാണ് നമ്മൾ ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്ന പാട്ട്. ആദ്യം ഫസ്റ്റ് സോങ് അത് തന്നെയാണ്. നബ്സിയുടെ ഈ പാട്ടാണ് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അതാണ് ഇപ്പോഴത്തെ നല്ല സ്റ്റേജ് കയറലാണ്. ഞാൻ അവിടെയൊക്കെ പാടിച്ചില്ല. ഓൺലൈനിൽ അടിപൊളിയായില്ലേ? വിചാരിക്കുന്ന